മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ പേര് പറഞ്ഞ് കൊച്ചിയിൽ സൈബർ തട്ടിപ്പെന്ന് പരാതി. ഇൻഷുറൻസ് സംരക്ഷണമെന്ന വ്യാജേനയാണ് തട്ടിപ്പ് നടക്കുന്നത്. വടക്കേക്കര സ്വദേശി ഡെയിൻ ഫ്രാൻസിസിന് ഇത്തരത്തിൽ പണം നഷ്ടമായി. സംഭവത്തിൽ ആലുവ സൈബർ പോലീസ് കേസെടുത്തു. മിഥുൻ അയ്യപ്പനൊപ്പം ചേരുന്നു. മിഥുൻ, എന്താണ് ഈ തട്ടിപ്പ്? ഇങ്ങനെ ഒരു തട്ടിപ്പ് നടന്നിരിക്കുന്നത് ഇൻസ്റ്റഗ്രാമിൽ ഒരു അക്കൗണ്ടിൽ ഒരു ലിങ്ക് കണ്ടിട്ടാണ് ഈ വടക്കേക്കര സ്വദേശിയായിട്ടുള്ള ഡെയിൻ ഫ്രാൻസിസ് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തത്. ആ ലിങ്ക് പ്രകാരം ആ ലിങ്ക് പ്രകാരം മുഖ്യമന്ത്രി വി ഡി സതീശൻ നടപ്പാക്കുന്ന ഒരു ഇൻഷുറൻസ് പദ്ധതി, അത് ധൻധൻ യോജന എന്നായിരുന്നു അതിൽ ആ പരസ്യത്തിൽ ഉണ്ടായിരുന്നത്. ആ പരസ്യത്തിൽ വിശ്വസിച്ചാണ് ആ ലിങ്കിൽ കയറുകയും അതിൽ പറഞ്ഞിരുന്നത് 2449 രൂപ നൽകിക്കഴിഞ്ഞാൽ ആ കുടുംബത്തിലെ മുഴുവൻ ആളുകൾക്കും മാസം തോറും 5000 രൂപ നൽകുമെന്നായിരുന്നു ആ പരസ്യത്തിലെ വാഗ്ദാനം. ആ വാഗ്ദാനം വിശ്വസിച്ച് ഈ 2499 രൂപ ഇയാൾ നൽകുകയും പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട യാതൊരു വിവരവും ലഭിക്കാതെ ആയതോടെയാണ് ഇതൊരു തട്ടിപ്പാണ് എന്ന് ഇയാൾക്ക് മനസ്സിലായത്. ഇതേ തുടർന്നാണ് ഇയാൾ ആലുവ സൈബർ പോലീസിൽ പരാതി നൽകാൻ തയ്യാറായത്. ഇപ്പോൾ സൈബർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കൂടുതൽ ആളുകൾ ഈ തട്ടിപ്പിന് ഇരയായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കിപ്പോൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ പേര് പറഞ്ഞുകൊണ്ടുള്ളൊരു തട്ടിപ്പായതിനാൽ തന്നെ ഇതിനേറെ ഗൗരവമുണ്ട്. പുതിയ സർക്കാർ അധികാരത്തിലേറി പുതിയ പദ്ധതികളെല്ലാം തന്നെ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അതുകൊണ്ട് തന്നെ ആളുകൾ ഇക്കാര്യത്തിൽ ഒരു അജ്ഞതയുണ്ടാകുമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ സംഭവത്തിൽ ഒരാൾ പറ്റിക്കപ്പെട്ടതായി ഒരാൾ മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നത്. തുറന്നുള്ള ദിവസങ്ങളിൽ കൂടുതൽ ആളുകൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള തുറന്നു പറച്ചിലുമായി അല്ലെങ്കിൽ ആ പറ്റിക്കപ്പെട്ട വിവരം തുറന്നു പറയുമെന്ന് തന്നെയാണ് കരുതുന്നത്. കൂടുതൽ ഇരകൾ ഉണ്ടാകാമെന്ന് തന്നെയാണ് ഇപ്പോൾ പോലീസ് പ്രാഥമികമായി കരുതുന്നത്. ശരി, അതായത് മിഥുൻ, ഈ കൊച്ചി കേന്ദ്രീകരിച്ച് സൈബർ തട്ടിപ്പിന്റെ ഇടം വീണ്ടും തുറക്കപ്പെടുന്നു. അങ്ങനെ വേണ്ടേ ഒരു ഇടവേളയ്ക്ക് ശേഷം അങ്ങനെ സംഭവിച്ചു എന്ന് വേണ്ടേ കരുതാൻ? തീർച്ചയായിട്ടും ഈ സൈബർ തട്ടിപ്പുകളെ സംബന്ധിച്ച് കേന്ദ്ര മന്ത്രാലയങ്ങളടക്കം കേന്ദ്ര സർക്കാർ അടക്കം നിരവധി വലിയ രീതിയിലുള്ള പ്രചാരണം നൽകുന്നുണ്ട്. ഇതിനെതിരെയുള്ള ജാഗരൂകരാകാൻ വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള പ്രചാരണങ്ങൾ നടക്കുന്നുണ്ട്. ഇത്തരത്തിൽ അനൗദ്യോഗികമായിട്ടോ അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള ലിങ്കുകളിലേക്ക് കയറാതിരിക്കുക, കൃത്യമായി സർക്കാർ സംവിധാനത്തിലൂടെ അല്ലാത്ത കാര്യങ്ങളിലേക്ക് പണം നൽകാതിരിക്കുക എന്നടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി നിരന്തരം ബോധവൽക്കരണം നടത്താറുള്ളതാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന സംഭവം എന്ന് നമ്മൾ കരുതുന്നത് ഇത്തരത്തിൽ പുതിയ സർക്കാർ നമുക്കറിയാം പ്രിയദർശിനി പദ്ധതി പ്രഖ്യാപിക്കുന്നു, അത്തരത്തിൽ അത് നടപ്പാക്കുന്നു. അങ്ങനെ പലവിധ പുതിയ പദ്ധതികളെല്ലാം തന്നെ പ്രഖ്യാപിക്കുന്ന ഒരു ഘട്ടത്തിൽ അതിൽ മുതലെടുത്തുകൊണ്ടാണ്, ഈ പൊതുജനങ്ങളുടെ അജ്ഞത മുതലെടുത്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ ഒരു തട്ടിപ്പിലേക്ക് കടന്നിരിക്കുന്നത് എന്നുള്ളതാണ്. തട്ടിപ്പിന് എന്നും വ്യത്യസ്തമായിട്ടുള്ള മുഖങ്ങൾ, നവീനമായിട്ടുള്ള മുഖങ്ങൾ ഓരോ ഘട്ടത്തിലും ഉയർന്നു വരുന്നുണ്ട് എന്നുള്ളതായിരുന്നു. ഇതോടകം തന്നെ ഉണ്ടായിരുന്നത് ഈ ഡിജിറ്റൽ അറസ്റ്റ് പോലുള്ള കാര്യങ്ങളായിരുന്നു. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി വലിയ രീതിയിൽ കോടികളുടെ തട്ടിപ്പ് നടന്നിരുന്നത്. ഇപ്പോൾ പുതിയ രീതിയിലേക്ക് തട്ടിപ്പ് മാറുന്നു. പക്ഷേ നേരത്തെ തന്നെ ഈ ഒരു തട്ടിപ്പ് രീതി, ഈ അനാവശ്യ ലിങ്കുകളിലൂടെ അനധികൃതമായിട്ടുള്ള ലിങ്കുകളിൽ കയറിക്കൊണ്ടുള്ള പണം നഷ്ടപ്പെടുന്ന നേരത്തെ തന്നെ തട്ടിപ്പുണ്ടെങ്കിലും ഇത് പുതിയ മുഖത്തോടു കൂടിയാണ് ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. കൃഷ്ണരാജ്. ശരി, മിഥുൻ അയ്യപ്പനാണ് വിവരങ്ങൾ നൽകിയത്.